ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ബീഫ് വരട്ടിയതാണ്. വളരെ ടേസ്റ്റിയായ ഒരു ബീഫ് വരട്ട് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതിനു വേണ്ടി ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചതച്ചെടുക്കുക. ഇതിലിപ്പോൾ ഞാൻ ഒരു കപ്പ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ചതച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 2 ഉണ്ട വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയുമാണ്. അതിലേക്ക് വലിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1.5 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഒരു കുക്കർ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ രണ്ടാമത് ചതച്ചെടുത്ത വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇല്ലേ, അത് ആദ്യം ഒന്ന് ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ. ഇഞ്ചിയൊക്കെ ഇട്ടതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം നമ്മളിതൊക്കെ വഴറ്റി കൊടുക്കാൻ. അപ്പോൾ ചെറിയ ഉള്ളി ഒന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് വലിയ ഉള്ളിയാണ്. 1.5 വലിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. വലിയ ഉള്ളിയും പിന്നെ വലിയൊരു ഉള്ളിയുടെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൂടി ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നല്ലൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. വലിയ ഉള്ളി ഇട്ടതിന് ശേഷം നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ബീഫ് വരട്ടാണ്. ഇപ്പോൾ ഉള്ളി ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കണം. വലിയൊരു തക്കാളിയും ഒരു 2 പച്ചമുളകുമാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. എന്നിട്ടിത് വീണ്ടും നല്ലൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. 1.5 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് മഞ്ഞളാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നത് വരെ ലോ ഫ്ലെയിമിൽ നല്ലൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കണം. അപ്പോൾ 1 കിലോ ബീഫാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നല്ലൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ഒഴിക്കണില്ല കേട്ടോ. കഴുകി വെച്ച വെള്ളം തന്നെയാണ്. ഇനി മൂടി വെച്ചിട്ട് അതിൻ്റെ വിസിലൊന്നിട്ട് കൊടുക്കുക. എന്നിട്ടിത് 3 വിസിൽ ഹൈ ഫ്ലെയിമിൽ വന്ന ശേഷം ഒരു ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് വേവിക്കുമ്പോഴേക്കും നമ്മുടെ ബീഫ് ഇതുപോലെ റെഡിയായി കിട്ടും. അപ്പോൾ നമ്മളെ ബീഫ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഒരു ഗ്രേവി കറിയോട് കൂടിയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം
നമുക്ക് ഇത്രയും കറി വേണ്ടാന്നുണ്ടെങ്കിൽ കറി ഒന്ന് എടുക്കുക. അപ്പോൾ ഞാൻ കറി വറ്റിച്ചെടുത്തതാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, ബീഫ് വരട്ടതാ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു.